കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ കൊടുമ്പിരി കൊള്ളുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. മലബാറിൽ നിന്നുള്ള വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, വടകരയിലെ തെരഞ്ഞെടുപ്പ് ആവേശം ഇപ്പോൾ ചുരം കയറി വയനാട്ടിലേക്ക് എത്തിയോ? ഈ കെ സുരേന്ദ്രന്റെ ഗണപതി വട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ലിബീഷ്, ഏറ്റവും പ്രധാനമായും ഇപ്പോൾ കൂടുതലായിട്ടും വയനാട് കേന്ദ്രീകരിച്ചാണ് സജീവ ചർച്ചകളൊക്കെ നിലനിൽക്കുന്നത്. അതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 3 സ്ഥാനാർത്ഥികളും വളരെ ശക്തമായി തന്നെ പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഗണപതി വട്ടം എന്നുള്ള ഒരു ആവശ്യം ശക്തമാക്കിക്കൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നത്. ആദ്യം ഒരു ദേശീയ മാധ്യമത്തിനോട് പ്രതികരണം നടത്തുന്നു. അതിനുശേഷം താൻ വിജയിച്ചാൽ ഒരു ഗണപതി വട്ടം, അതായത് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കെ സുരേന്ദ്രൻ നൽകുന്നു. ഇതിനെതിരെയാണ് വ്യാപക തരത്തിൽ പ്രതിഷേധവും നിലനിൽക്കുന്നത്. അതിൽ പ്രധാനമായും കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഈ ടിപ്പു സുൽത്താൻ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഗണപതി വട്ടം എന്ന് പറയുന്ന സ്ഥലം നിലനിന്നിരുന്നു. മാത്രമല്ല അവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിന് അനുബന്ധമായാണ് ഈ പേര് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗണപതി വട്ടം എന്ന ഒരു പേരിലേക്ക് ഇത് മാറ്റുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. വൈദേശിക ആധിപത്യത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പേര് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് വന്നത് എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. ആ ഒരു വിഷയം ഏറ്റവും കൂടുതൽ അതായത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് ഈ BJP നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് 10 മണിക്ക് BJP സംസ്ഥാന പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലടക്കം BJP വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് വാർത്താ സമ്മേളനം ഗണപതി വട്ടത്ത് നടക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള വലിയ പ്രചരണം, ഗണപതി വട്ടം എന്നുള്ളൊരു നാമം സ്ഥിരീകരിക്കാനായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കെ സുരേന്ദ്രന് വലിയ വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലമായിട്ട് കൂടി ഈ ഒരു, അതായത് ഒരു ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നിയിട്ടുള്ള ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കുക, അത് സജീവമായി നിർത്തുക എന്നുള്ള ഉദ്ദേശം BJPക്കും കെ സുരേന്ദ്രനും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ തരത്തിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി മറ്റ് ഇടതുമുന്നണിയും UDFും ശ്രമിക്കുന്നുമുണ്ട്. മാത്രമല്ല കേരളത്തിൽ അത്രയും പരിചിതമല്ലാത്ത ഒരു വാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പല മേഖലകളിൽ നിന്ന് പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പക്ഷേ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രൻ സജീവമായി മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് കെ സുരേന്ദ്രന്റെ ഉദ്ദേശലക്ഷ്യം എന്ന് തന്നെ വേണം പറയേണ്ടി വരും. മാത്രമല്ല ഇതിനൊക്കെ ഒരു പ്രതിരോധം തീർക്കാനായി രാഹുൽ ഗാന്ധി 15-ന് വയനാട് മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. 15-16 തീയതികളിൽ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പര്യടനം നടത്തും. അതിൽ സുൽത്താൻ ബത്തേരിയിലടക്കം രാഹുൽ ഗാന്ധി മഹാറാലി സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണങ്ങൾക്കും BJPയുടെയും NDAയുടെയും ആരോപണങ്ങൾക്ക് ഒരു പ്രതിരോധം തീർക്കുക എന്ന് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ 15-ാം തീയതിയിലെ വരവോടുകൂടി ലക്ഷ്യം വയ്ക്കുന്നത്. ശരി മേഘന, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് D ബിനോയും കോഴിക്കോട് നിന്ന് മേഘന മുരളിയും നൽകിയത്.